ഖുഷ് ആംദീദ് ബച്ചോ. 7ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ എക്സാമിനെ സഹായിക്കുന്ന ഒരു വീഡിയോയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ കുറേ വൺ വേർഡ് ക്വസ്റ്റ്യൻസും കുറേ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിച്ച് വൃത്തിയായി വീഡിയോയൊക്കെ കാണുക, നന്നായി പഠിക്കുക, നന്നായി പരീക്ഷ എഴുതുക, അതുപോലെ തന്നെ നല്ല മാർക്കും കരസ്ഥമാക്കുക. ഓൾ ദ ബെസ്റ്റ്. ഇനി നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. അപ്പോൾ നമുക്കാദ്യം ഖുദാ കി അപ്നി ബസ്തി അല്ലേ, നമ്മുടെ ആദ്യത്തെ പാഠഭാഗമായ ഖുദാ കി അപ്നി ബസ്തിയിലെ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ. നോക്കൂ, ആദ്യത്തെ സവാൽ, ഹമാരാ റിയാസത്ത് കാ നാം ക്യാ ഹേ. ഹമാരാ റിയാസത്ത് കാ നാം ക്യാ ഹേ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേരെന്താ? ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: കേരള, ഹിന്ദുസ്ഥാൻ, മുൽക്ക്. എന്താ? അതെ, നമ്മുടെ റിയാസത്ത് സംസ്ഥാനമാണ്, കേരളയാണ് അല്ലേ. ഓക്കെ, ഇനി അടുത്ത സവാൽ നോക്കൂ. അടുത്തത്, ഇസ്മേ നാ മുനാസിബ് കോൻസാ ഹേ. ഇതിൽ അനുയോജ്യമല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം. നാരിയൽ, സുപാരി, സേബ്. ഏതാണ്? സേബാണ്. കാരണം സേബ് ഒരു പൽ ആണ് അല്ലേ. അത് നമ്മുടെ എന്താ പറയുക, കേരളത്തിൻ്റെ പൈതാവറുടെ കൂട്ടത്തിൽ പെടുന്നില്ല. അതേസമയം നാരിയലും സുപ്പാരിയുമൊക്കെ നമ്മുടെ കേരളത്തിലെ കാർഷികാദായങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നവയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരമായി വരുന്നത് സേബ്. അടുത്തത് മൂന്നാമത്തെ ചോദ്യം ഇതാണ്, നോക്കൂ. സൊഹീഹ് ജവാബ് ജോഡ്കർ ലിഖിയെ. സൊഹീഹ് ജവാബ് ജോഡ്കർ ലിഖിയെ എന്നുവെച്ചാൽ ശരിയായത് അല്ലേ, ശരിയായ ഉത്തരം മാച്ച് ചെയ്ത് എഴുതുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നോക്കുക, നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് റിയാസത്തി പരിന്ത, റിയാസത്തി ജാൻവർ, റിയാസത്തി പൽ. അറിയാലോ, റിയാസത്തി പരിന്ത അല്ലേ, ഇവിടെ നേരെ കൊടുത്തിരിക്കുന്നത് ഹാത്തിയാണ്, കട്ടലാണ്, അതുപോലെ തന്നെ പപ്പീഹയുമാണ്. അപ്പോൾ നമുക്കറിയാം റിയാസത്തി പരിന്ത ആരാണ്? നമ്മുടെ സംസ്ഥാന പക്ഷി അല്ലേ, പപ്പീഹയാണ്. റിയാസത്തി ജാൻവർ ഹാത്തിയാണ്, റിയാസത്തി പൽ കട്ടൽ ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ റിയാസത്തി അലാമത്തെയുമാണ് കേട്ടോ. സംസ്ഥാനത്തിൽ ഔദ്യോഗികമായിട്ടുള്ള കുറേ ചിഹ്നങ്ങളുണ്ടല്ലോ, അതാണ് ഇതെല്ലാം കേട്ടോ. ഇനി അടുത്തത് നോക്കാം. അടുത്ത സവാല് നോക്കൂ. കേരള ഖുദാ കി അപ്നി ഡാഷ് ഹേ. കേരള ഖുദാ കി അപ്നി ഡാഷ് ഹേ. എന്താണ്? സസ്തിയാണോ, ബഹ്തിയാണോ, ബസ്തിയാണോ? നമുക്കറിയാം കേരള ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. അപ്പോൾ അതിന് അർത്ഥം വരുന്ന വാക്ക് ഇതാണ്, ബസ്തി. കേരള ഖുദാ കി അപ്നി ബസ്തി ഹേ. ഇനി നമ്മുടെ രണ്ടാമത്തെ പാഠഭാഗത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഒരു കാര്യം, നമ്മുടെ വീഡിയോ കാണുന്നവർ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം എക്സാമൊക്കെ എഴുതിയതിന് ശേഷം എന്തായിരുന്നു നിങ്ങളുടെ അനുഭവം എന്നുള്ളത് കമൻ്റ് ഇടണം കേട്ടോ. നിങ്ങൾ പരീക്ഷയ്ക്ക് പോയപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടു പോയതുകൊണ്ട് ഉപകാരമുണ്ടായോ, എന്താണ് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് കമൻ്റായി അയക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ശരി, നോക്കൂ. അടുത്തത് ദോസ്തി എന്നുള്ള പാഠഭാഗവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ്. ഇസ്മേ നാ മുനാസിബ് കോൻസാ ഹേ. നമ്മൾ അപ്പോഴേ പരിചയപ്പെട്ടതാണ് അല്ലേ, നാ മുനാസിബ് അഥവാ അനുയോജ്യം അല്ലാത്തത്. അനുയോജ്യമല്ലാത്തത് ഏത്? നോക്കൂ, ഓണം, യൗമെ ആസാദി, ഈദ്. ഇതിൽ ഏതാണ് നാ മുനാസിബായിട്ട് വരിക? യൗമെ ആസാദിയാണ് വരിക. കാരണം ഓണവും ഈദുമെല്ലാം തഹ്വാറിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് അല്ലേ. ഇതോ നമ്മൾ പ്രത്യേകമായി ആചരിക്കാറുള്ള ദിനമാണ്, സ്വാതന്ത്ര്യ ദിനം അല്ലേ, അതൊരു ആഘോഷമല്ല. ഇനി അടുത്തത് നോക്കൂ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. നമ്മൾ ആ നാ മുനാസിബ് പറഞ്ഞില്ലേ, അതിൻ്റെ ബാലൻസ് തന്നെയാണ് കേട്ടോ. അതിൽപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ലഡു, ഹൽവ, അനന്നാസ്. ഇതിൽ നാ മുനാസിബ് ഏതാണ്? നമുക്കറിയാം അനന്നാസാണ്, പൈനാപ്പിൾ. ലഡുവും ഹൽവയും ഒക്കെ പക്വാനാണ് അല്ലേ, പലഹാരങ്ങളിൽ പെട്ടതാണ്. അതേസമയം നമ്മുടെ അനന്നാസ് എന്താണ്? അതൊരു പഴമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെ ഉത്തരം അനന്നാസാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ. മൂന്നാമത്തത് നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ.
ലത ഷാക്കിറാക്കി ഡാഷ് തീ. ലത ഷാക്കിറാക്കി ഡാഷ് തീ. ആരാണ്? ഉസ്താദ്, അമ്മി, സഹേലി. ആരായിരുന്നു ലത ഷാക്കിറയുടെ? നമുക്കറിയാം സഹേലിയാണ് അല്ലേ. ലത ഷാക്കിറയുടെ സഹേലിയാണ്. ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ കഥയും ഇതേ കഥാപാത്രങ്ങളും തന്നെ തരണമെന്ന് നിർബന്ധമില്ല കേട്ടോ. വേറെ കഥയും അതിലെ കഥാപാത്രങ്ങളുമായിരിക്കും തരിക. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചിട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് അതിലെ ആശയം ഗ്രഹിച്ചിട്ടുള്ള ചോദ്യം എന്തായാലും നിർബന്ധമായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ കഥ വായിക്കണം. കഥ വായിച്ചിട്ട് ഉത്തരം എഴുതണം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു മോഡൽ തന്നൂന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കഥയുമായി ബന്ധപ്പെട്ടത് തന്നൂന്നേ ഉള്ളൂ. ഇനി അടുത്തത് നോക്കൂ. 4ാമത്തെ ചോദ്യം ഇതാണ്. ഡാഷ് കേരള കി കൗമി തഹ്വാർ ഹേ. കേരളത്തിൻ്റെ ദേശീയോത്സവം ഏതാണിതിൽ? ദീവാലി, ക്രിസ്തുമസ്, ഓണം. നമുക്കറിയാം ഓണമാണ് അല്ലേ. ഇനി അടുത്തത് നോക്കുക. തഹ്വാർ കി ദിൻ ഹം നയേ നയേ കപ്പടെ ഡാഷ് ഹേ. തഹ്വാർ കെ ദിൻ അഥവാ ആഘോഷ ദിവസങ്ങളിൽ നമ്മൾ പുതിയ പുതിയ വസ്ത്രങ്ങൾ എന്ത് ചെയ്യും? ഇടുന്നു എന്നാണ് അല്ലേ. അപ്പോൾ നോക്കാം അതിൻ്റെ എന്താണ് അതിനുമായി ബന്ധപ്പെട്ട പദം അല്ലേ. നോക്കൂ. പഹൻതേ ഹേ എന്നാണോ, ലിഖ്തി ഹേ എന്നാണോ, മനാത്തേ ഹേ എന്നാണോ? ഇതിലേതാ വരിക? പഹൻതേ ഹേ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ തഹ്വാർ കെ ദിൻ ഹം നയേ നയേ കപ്പടെ പഹൻതേ ഹേ. ലിഖ്തി എന്ന് പറഞ്ഞാൽ എഴുതുക എന്നുള്ളതാണ്. മനാത്തേ എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുക എന്നാണ്. അപ്പോൾ ഇതിലെ ശരിയായ പദം പഹൻതേ. ഓക്കെ. അടുത്തത് നമ്മുടെ ജിഷ്നെ ആസാദിയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നോക്കുക. കൗമി ജെൻഡേ കെ ഊപ്പർ കാ രംഗ് ക്യാ ഹേ. എന്താണ് ചോദ്യം? നമ്മുടെ ദേശീയ പതാകയുടെ മുകളിലത്തെ നിറം ഏതാണ്? നീല, ഹര, സൗഫറാനി. നമുക്കറിയാം അല്ലേ. സൗഫറാനിയാണ് അഥവാ കുങ്കുമ നിറമാണ്. ഇനി അഗ്ലാ സവാൽ. യൗമി ജംഹൂരിയ കബ് മനാത്തേ ഹേ. യൗമി ജംഹൂരിയ അഥവാ റിപ്പബ്ലിക് ദിനം എപ്പോഴാണ് ആഘോഷിക്കുന്നത്? അഗസ്റ്റ് 15 ആണോ? അല്ല. ജനുവരി 26, മെയ് 1. ഏതാണ്? നമുക്കറിയാം അല്ലേ. ജനുവരി 26 യൗമെ ജംഹൂരിയ. അഗസ്റ്റ് 15 എന്താ? യൗമെ ആസാദിയാണ്. മെയ് 1 നമ്മുടെ മസ്ദൂരി ദിനാണ് അഥവാ തൊഴിലാളി ദിനമാണ്. ഓക്കെ. അടുത്തത് നോക്കാം. ഹമാര മുൽക്ക് ഡാഷ് സേ ആസാദ് ഹുവ. നമ്മുടെ മുൽക്ക് ഡാഷ് സേ ആരുടെയോ കയ്യിൽ നിന്ന് സ്വതന്ത്രമായി എന്നാണ് പറയുന്നത്. നോക്കൂ. തമിഴോമാണോ, അംഗ്രേസോമാണോ, അറബോമാണോ? നമുക്കറിയാം അംഗ്രേസോമാണ് അല്ലേ. ഹമാരാ മുൽക്ക് അംഗ്രേസോം സേ ആസാദ് ഹുവ. ഇനി അടുത്ത സവാല് നോക്കൂ. തും മുജെ ഖൂൻ ദോ മേ തുമേ ആസാദി ദൂങ്ക. അല്ലേ. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. യേ കിസ്കാനു ഉരാഹെ. ഇതാരുടെ മുദ്രാവാക്യമാണ്? ഗാന്ധിജി, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്. ആരുടേതാണ്? നമുക്കറിയാം സുഭാഷ് ചന്ദ്രബോസിൻ്റേതാണ് ഈ നോര. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതുമാണ് അല്ലേ. അപ്പോൾ ഇതാണ് യഥാർത്ഥ ഉത്തരം. ഇനി അടുത്തത് നോക്കാം. ഹമാരെ ബാബായെ കൗം കോൻ ഹേ. നമ്മുടെ ബാബായെ കൗം അഥവാ രാഷ്ട്രപിതാവ് ആരാണ്? നേതാജി, ചാച്ചാജി, ഗാന്ധിജി അല്ലേ. നേതാജിയുമല്ല ചാച്ചാജിയുമല്ല ഗാന്ധിജിയാണ്. വരുന്ന വാക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. റിയാസത്ത്, ജില്ല, മുൽക്ക്. ഏതാ വരിക? രാജ്യം അല്ലേ. മുൽക്കാണ് വരുന്നത്. ജില്ല എന്ന് പറഞ്ഞാൽ ജില്ലയാണ്. റിയാസത്ത് എന്താണ്? സംസ്ഥാനമാണ്. അപ്പോൾ അടുത്ത സവാൽ ഇതാണ്. നോക്കൂ. ഹിന്ദുസ്ഥാൻ കെ നദിയോ മേ കോൺസാ ന ഷാമിൽ ഹേ. ഇന്ത്യയിലെ കുറച്ച് നദികളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഇന്ത്യയിലെ നദികളുടെ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഗംഗ, നൈൽ, ജമുന. ഏതാണ്? നമുക്കറിയാം അല്ലേ. നൈലാണ്. നൈൽ ഇവിടെയല്ല, ഈജിപ്ത് ആ ഭാഗത്താണ് അല്ലേ. ഗംഗയും ജമുനയും ഒക്കെ നമ്മുടെ ഇന്ത്യയിലെ സ്വന്തം നദികളാണ്, നമുക്കറിയാം. ഇനി അടുത്തത് നോക്കൂ. അടുത്ത സവാൽ ഇതാണ്. സ്വഹീഹ് ജോഡ് സേ മിലാക്കർ ലിഖിയെ. നമ്മൾ അപ്പോഴേ ചെയ്ത പ്രവർത്തനമാണ് കേട്ടോ. ശരിയായ ജോഡിയായിട്ട് ചേർത്തെഴുതുക. അപ്പോൾ ഇതിൽ നമ്മുടെ
അപ്പോഴേ നമ്മൾ ചെയ്തത് റിയാസത്തി അലാമത്തേമാണെങ്കിൽ ഇത് നമ്മുടെ കൗമി അലാമത്തേമാണ്. അത് സംസ്ഥാന ഫലവും സംസ്ഥാന പുഷ്പമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ദേശീയ ചിഹ്നങ്ങളാണ് കേട്ടോ. നോക്കൂ, കൗമി പരിന്ത അഥവാ ദേശീയ പക്ഷി, കൗമി ജാൻവർ അറിയാലോ ദേശീയ മൃഗം, കൗമി പൂൽ, കൗമി ഫൽ, കൗമി പേഡ്. ഇവിടെ ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ശരിയാക്കണം. കൗമി പരിന്ത ആരാണ്? മോറാണ് അല്ലേ. കൗമി ജാൻവർ ആരാണ്? ബാഗാണ്. കൗമി പൂലോ കവൽ ആണ്. കൗമി പൽ ആം ആണ്. കൗമി പേഡ് പീപ്പലാണ്. അപ്പം ഇത് പഠിച്ചു വയ്ക്കുക. നോക്കൂ, അടുത്തത് നമ്മുടെ ദാന ഉഗായെ എന്നുള്ള യൂണിറ്റിലെ രണ്ടാമത്തെ യൂണിറ്റിലെ കേത്തി കർണേക്ക മസ എന്നുള്ള പാഠഭാഗവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഈ പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് തരുന്നില്ലേ, ഈ ക്വസ്റ്റ്യൻസിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. നോക്കൂ, റിയാസത്തി പരിന്ത, റിയാസത്തി പേട്, അങ്ങനെയുള്ളതൊക്കെ കുറേ. അതുപോലെ തന്നെ കൗമി പരിന്ത, പിന്നെ നമ്മൾ തഹ്വാറുകളുടെ അഥവാ ആഘോഷങ്ങളുടെ പേര്, പിന്നെ മുജാഹിദീനെ ആസാദികളായിട്ടുള്ളവരുടെ പേര് അതിൽ വന്നിട്ടുണ്ട്. ഗാന്ധിജി, ചാച്ചാജി, നേതാജി, ഭഗത് സിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ പാഠത്തിലെയും കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഓരോ ക്വസ്റ്റ്യൻസും തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓരോ കാര്യങ്ങളും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ എക്സാം ഉണ്ടല്ലോ, സാധാരണ നമ്മുടെ എക്സാമിന് വളരെയധികം ഉപയോഗമായിരിക്കും ഇത്. അതല്ല, നമ്മൾ വൃത്തിയായി പഠിക്കുക, ഈ ക്വസ്റ്റ്യനും പഠിക്കുക, അതേപോലെ തന്നെ നമ്മൾക്ക് ഇനി പരിചയപ്പെടാൻ പോകുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ അതും വൃത്തിയായി പഠിക്കുക. അപ്പോഴേക്കും തന്നെ നമ്മുടെ എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നമുക്ക് വൃത്തിയായി എഴുതാൻ കഴിയും. നോക്കൂ, ഇതിലെ പാഠത്തിലെ ആദ്യത്തെ സവാൽ ഇതാണ്. കിസാൻ കഹാം കാം കർത്തേ ഹേ. കിസാൻ കഹാം കാം കർത്തേ ഹേ. എന്താ പറഞ്ഞത്? കൃഷിക്കാരൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഖേത്ത്, സ്കൂള്, അസ്പത്താൽ. എവിടെയാണ്? നമുക്കറിയാം, ഖേത്തിലാണ് അല്ലേ. കിസാൻ ഖേത് മേ കാം കർത്തേ ഹേ. നമുക്ക് ഈ ഒരു സെൻറ്റൻസ് കണ്ടില്ലേ, കിസാൻ കഹാം കാം കർത്തേ ഹേ. അപ്പം ഖേത്ത്, അപ്പം നമുക്കിത് ചേർത്ത് വായിച്ചു നമ്മൾ കിസാൻ ഖേത് മേ കാം കർത്തേ ഹേ. അപ്പോൾ നമുക്ക് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടോ കൃഷിക്കാരനുമായി ബന്ധപ്പെട്ടിട്ടോ എഴുതണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ജുംല അതിലേക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങനെയാണ് ഇതിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളത് ശ്രദ്ധിക്കുമല്ലോ. നോക്കൂ, അടുത്ത സവാല്, അടുത്തത് ഇതാണ് രണ്ടാമത്തെ. ഇസ്മേ നാ മുനാസിബ് കോൺസാ ഹേ. ഇതിൽ അനുയോജ്യമല്ലാത്തത് ഏത്? ബണ്ടി, മിർച്ച്, ആം, ആലു. ഏതാണ്? നമുക്കറിയാം, ആം ആണ്. ബാക്കിയെല്ലാം തർക്കാരിയാമാണ്. ഇത് മാത്രം എന്താ? ഫൽ ആണ്. അപ്പോൾ നമുക്ക് കേത്തിനെ കുറിച്ചൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ കേത്ത് മേ ബണ്ടി മിർച്ച് ആലു ഉഗാത്തേ ഹേ എന്നൊക്കെ പറഞ്ഞ് എഴുതാം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. ഇനി അടുത്തത് നോക്കൂ, മൂന്നാമത്തെ. ഹം കഹാ തർക്കാരിയാം ഓർ ഇനാജ് ഉഗാത്തേ ഹേ. നമ്മൾ എവിടെയാണ് പച്ചക്കറികളും ധാന്യങ്ങളുമൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്? ഗർ, കേത്ത്, നദി. എവിടെയാണ്? നമുക്കറിയാം, കേത്തിലാണ് അല്ലേ. ഗർ വീടാണ്, നദി തന്നെയാണ്. ഇനി അടുത്തത് നോക്കൂ, അടുത്തത് യൗമേ കിസാൻ കബ് ഹേ. യൗമേ കിസാൻ കർഷക ദിനം എന്നാണ്? ചിങ്ങം 10, ചിങ്ങം 2, ചിങ്ങം 1. എപ്പോഴാ? ചിങ്ങം 1 അല്ലേ. ചിങ്ങം 1 കർഷക ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഇനി അടുത്തത് നോക്കൂ, കേത്തി ഹമാരി ഡാഷ് കാ ഹിസ്സാ ഹേ. കേത്തി ഹമാരി ഡാഷ് കാ ഹിസ്സാ ഹേ. കൃഷി നമ്മുടെ എന്തിൻ്റെയോ ഭാഗമാണെന്നാണ് പറയുന്നത്. ഇസ്സത്ത്, മുഹബത്ത്, തഹസീബ്. ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ അഭിമാനം, മുഹബത്ത് എന്ന് പറഞ്ഞാലോ സ്നേഹം, തഹസീബോ സംസ്കാരം. അപ്പം നമുക്കറിയാം, കേത്തി ഹമാരി തഹസീബ് കാ ഹിസ്സാ ഹേ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ഒരു പ്ലക്കാർഡ് ഉണ്ട്, അതിൽ നിന്നുണ്ടാക്കിയ ചോദ്യമാണ് കേട്ടോ. അടുത്തത് നോക്കൂ, അടുത്ത സവാൽ ഇതാണ്. ഹമേ കഹാ സേ പൗദേ ബേജ് ഓർ കാത് മിൽത്തേ ഹേ. നമുക്ക് എവിടെ നിന്നോ അല്ലേ ചെടികളും വളങ്ങളും അതുപോലെ തന്നെ വിത്തും ഒക്കെ കിട്ടുന്നുണ്ട്. അത് ഇതിലൊരു കൂട്ടിച്ചേർക്കലും കൂടി ഞാൻ ഉദ്ദേശിക്കുന്നു. ഹമേ കഹാ സേ സർക്കാർ കി തരഫ് സേ ട്ടാ, അഥവാ സർക്കാരിൽ നിന്ന്. ബാക്കി നമ്മൾ എഴുതും ചിലപ്പോൾ കടയിൽ നിന്ന്, അതല്ല, നമുക്ക് സർക്കാരുടെ ഭാഗത്തു നിന്നും എവിടെ നിന്നൊക്കെയാണ് പൗദയും ബേജും അതുപോലെ തന്നെ വളവും ഒക്കെ കിട്ടുന്നത്? ഗർ, കൃഷിഭവൻ, കേത്ത്.
കൃഷിഭവനിൽ നിന്നാണ് നമുക്ക് പൗതയും ബേജും കാതും ഒക്കെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇതിലെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആക്കിയിട്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം അല്ലേ മക്കളെ? നോക്കൂ, കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ട്, നിങ്ങളതൊക്കെ ഒന്ന് വിട്ട് കളയണം കേട്ടോ. കുറച്ച് തെറ്റുകളും കാര്യങ്ങളൊക്കെ ഇതിൽ കാണുന്നുണ്ട്. അത് കുറച്ച് പെട്ടെന്ന് ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ മറന്നു കളയുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ നമുക്കറിയാം, എപ്പോഴും ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ നമ്മുടെ ഉറുദുവിൽ ഒരു നരേഷൻ പാർട്ട് ഉണ്ടാവും. അഥവാ നമുക്ക് ഏകദേശം ഒരു ചോദ്യം, മിനിമം ഒരു ചോദ്യത്തിനെങ്കിലും അതിൽ തന്നെ ഉത്തരവും ഉണ്ടാവും അല്ലേ? നമ്മൾ നന്നായി വൃത്തിയായി ശ്രദ്ധിച്ചാണ് വായിക്കുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായും അതിൽ നിന്ന് തന്നെ ഉത്തരം എഴുതാനുള്ള വക കൂടി ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ് കേട്ടോ. രാജു സ്കൂൾ മേ, കണ്ടോ ഇവിടെ ഇത്തിരി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. രാജു സ്കൂൾ മേ ഉറുദു പഠിത്താ ഹേ. രാജു സ്കൂളിൽ ഉറുദു പഠിക്കുന്നു, ഉറുദു ആണ് പഠിക്കുന്നത്. വോ അപ്നി ദർസി കിതാബ് മേ കേരള കെ ബാരെ മേ ലിഖി ഹുയി ഏക് ഗീത് പഠാം. അവൻ്റെ ദർസി കിതാബിൽ അഥവാ പാഠപുസ്തകത്തിൽ കേരളത്തിനെ കുറിച്ച് എഴുതിയ ഒരു പാട്ട് പഠിച്ചു. അതാണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നോക്കൂ, ഭാരത് കി ഹേ ജാൻ കേരള, സബ്സെ പ്യാര സബ്സെ നരാല, ഉജലി സതരി നഹരേ യാങ്കി, ചാന്തി ജയ്സ ഉൻകാ പാനി. അപ്പോൾ കേരളത്തിനെ കുറിച്ചുള്ള വേറൊരു കവിതയാണിത്. നമ്മൾ ആദ്യത്തെ പാഠത്തിൽ വേറെയാണല്ലോ പഠിച്ചത്, അതേപോലെ കേരളത്തിനെ കുറിച്ച് എഴുതിയ ഒരു കവിതയാണിത് കേട്ടോ. എന്താ അതിൽ പറയണത്? ഭാരതത്തിൻ്റെ ജീവനാണ് കേരളം, എല്ലാത്തിനേക്കാട്ടിലും പ്രിയപ്പെട്ടതാണ് നമ്മുടെ കേരളം അല്ലേ? അതുപോലെ തന്നെ ഇവിടുത്തെ നദികളെക്കുറിച്ചാണ് പറയുന്നത്. മിന്നി തിളങ്ങുന്നതാണ് ആ നദി, അതുപോലെ തന്നെ നദിയിലെ വെള്ളമൊക്കെ വെള്ളി പോലെ തിളങ്ങുന്നതാണ് എന്നൊക്കെയാണ് ഈ വരികളിൽ പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം എന്താ? ബച്ചോ യേ നസ്മ കിസ്കെ ബാരെ മേ ലിഖാ ഹെ. അവിടെ ഗീത് എന്നാണ് എഴുതിയത്, ഇവിടെ നസ്മാണ് എഴുതിയത്. പാട്ട് അല്ലെങ്കിൽ പദ്യം കേട്ടോ. ഈ പദ്യം എന്തിനെക്കുറിച്ചുള്ളതാണ് എന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: ഭാരത്, കേരള, ഹിന്ദുസ്ഥാൻ. എന്തിനെക്കുറിച്ചാണ്? നമുക്കറിയാലോ, കേരള കെ ബാരെ മേ ഹെ. ഇത് നമ്മുടെ ആ നരേഷൻ പാർട്ടിലും കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം, ഈ ചോദ്യപദം ഒഴിവാക്കിയിട്ട് അതിന് പകരമായിട്ട് ഈ ജുംല അങ്ങനെ എഴുതാം: യേ നസ്മ കേരള കെ ബാരെ മേ ലിഖാ ഹെ. ഓക്കെ, ഇനി നമ്മുടെ രണ്ടാമത്തെ സവാൽ എന്താണ് ഇതിൽ? രണ്ടാമത്തെ സവാൽ ഇതാണ്: കേരള കെ ബാരെ മേ എക് നോട്ട് ലിഖിയേ. കേരള കെ ബാരെ മേ എക് നോട്ട് ലിഖിയേ. കേരളത്തിനെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കുക. വളരെ സിമ്പിളാണ് അല്ലേ? നമ്മൾ ഹുദാക്കി അപ്നി ബസ്തിയുടെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിലെ കുറച്ച് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി, അതുപോലെ തന്നെ ഈ കവിതയിലെ കുറച്ച് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു നോട്ട് തയ്യാറാക്കാൻ പറ്റും. നോക്കൂ, സബ്സെ പ്യാര എന്നുള്ളത് ഉപയോഗപ്പെടുത്താം. ഭാരത് കി ജാൻ അല്ലേ? കേരള ഭാരതത്തിൻ്റെ ജീവനാണെന്നാണ് പറയുന്നത്, അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ ഇവിടുത്തെ നെഹ്റെ പുഴകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഉജലി സത്തരിഹി എന്ന് പറയുന്നുണ്ട്. അതിലെ വെള്ളം വെള്ളി പോലെ തിളങ്ങുന്നതാണെന്ന് പറയുന്നുണ്ട്. നമുക്ക് നോട്ട് എഴുതാനുള്ള കാര്യങ്ങൾ ഇവിടെ തന്നെയുണ്ട്. നമ്മളൊന്ന് ചെറിയ ബുദ്ധി പ്രയോഗിച്ചാൽ മാത്രം മതി. അപ്പം നമുക്കൊന്ന് എഴുതി നോക്കിയാലോ ആ നോട്ട് എങ്ങനെയാണെന്നുള്ളത്? നമുക്ക് ആദ്യം കേരളം എന്താണെന്ന് എഴുതണം അല്ലേ? കേരളം എന്താ? നമ്മുടെ റിയാസത്താണ്. അപ്പോൾ നമുക്കത് ആദ്യം എഴുതാം: കേരള ഹമാര റിയാസത്ത് ഹേ. നമ്മുടെ ആദ്യത്തെ ചോദ്യം തന്നെ ഇതായിരുന്നു അല്ലേ? ഇതിലെല്ലാം ആ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനിൽ കേരള ഹമാര റിയാസത്ത് ഹേ അല്ലേ? കേരള ബഹുത്ത് പ്യാര ഹേ. പിന്നെ നമുക്കറിയാം കേരള ഹുദാക്കി അപ്നി ബസ്തി ഹേ അല്ലേ? ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? കേരള ഹുദാക്കി അപ്നി ബസ്തി ഹേ. ഇനി നമുക്ക് എന്തെഴുതാം? ഇനി നമുക്ക് ഇതൊക്കെ നമ്മൾ അടിസ്ഥാനപരമായി പഠിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇനി നമ്മുടെ ഈ കവിതയിലെ കുറച്ച് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്താം. ഹമാര കേരള അല്ലേ? നമ്മുടെ കേരള ഭാരത് കി ജാൻ ഹേ. ഭാരതത്തിൻ്റെ ജീവനാണ്. നമുക്കിതിൽ എന്തെങ്കിലും ഒരുപാട് കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ നമ്മൾ അടിസ്ഥാനമായി പഠിക്കേണ്ട കാര്യവും ബാക്കി ഈ കവിതയിലും കൂടിയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഈ സബ്സെ പ്യാര എന്നുള്ളത്, ഈ പ്യാര എന്നുള്ളത് നമ്മുടെ ഇതിലുണ്ടായിരുന്നു. ഭാരത് കി ജാൻ ഹേ എന്നുള്ളതും ഇതിലുണ്ട്. പിന്നെ യഹാ കി നദിയാം അല്ലെങ്കിൽ യഹാ കി നെഹ്റേ, നിങ്ങൾ ഈ കവിതയിലുള്ളത് പോലെ എഴുതിയാലും മതി. യഹാ കി നെഹ്റേ
ഉജലി സത്തരി ഹേ. അല്ലേ? അപ്പം ഇത്രയും മാത്രം മതിയാവും. ഇത്ര എഴുതിയാൽ തന്നെ ഒരു നോട്ടായില്ലേ? അപ്പോൾ നമുക്കിതിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ട യാതൊരു ആവശ്യവും വന്നിട്ടില്ല അല്ലേ? അപ്പോൾ നിങ്ങൾ തരുന്ന നരേഷൻ പാട്ടും തരുന്ന കവിതയും ഒക്കെ വൃത്തിയായി വായിക്കുക. പിന്നെ ഒരു ചെറിയ ട്രിക്ക്, നമ്മുടെ കവിതയുടെ വരികൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എന്തിനെക്കുറിച്ചാണോ എഴുതാൻ പറഞ്ഞത് നോക്കുക. അപ്പം ശരിക്കും നമുക്കതിൽ ഹേ ഒക്കെ ചിലപ്പോൾ ഇടയിൽ വന്നിട്ടുണ്ടാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഹേ എന്നുള്ള കാര്യങ്ങളൊക്കെ അവസാനത്തിലേക്ക് എടുത്തെഴുതുക. എന്നിട്ട് നമ്മൾ എന്തിനെക്കുറിച്ചാണോ എഴുതേണ്ടത്, അത് കേരളയാണെന്നുണ്ടെങ്കിൽ കേരള, അത് ഫ്രണ്ടിൽ ആദ്യം ആ ഒരു ജുംല തുടങ്ങുന്നതിൻ്റെ ഫ്രണ്ടിലേക്ക് ആക്കുക. എന്നിട്ട് ആ വരികളിനെ ഒന്ന് എന്താ പറയുക, ഒരു ഓർഡറിലാക്കിയാൽ തന്നെ നമുക്കതിൽ നിന്ന് കുറേ കാര്യങ്ങൾ എഴുതാൻ പറ്റും. ഞാൻ ആ നമ്മുടെ കവിതയിൽ ഒരു ഇതും കൂടി, ആ ട്രിക്കും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നോക്കൂ, നമ്മൾ പറഞ്ഞല്ലോ കേരള അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എന്താ എഴുതേണ്ടത്? കേരളയാണ്. ഇവിടെ ഹേ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിൻ്റെ പൊസിഷൻ മാത്രം മാറ്റിയാൽ മതി കേട്ടോ. നോക്ക്, ഇവിടെ ഹേ കൊടുക്കുന്നു, കേരള ഇവിടെ കൊടുക്കുന്നു, കണ്ടോ? എന്നിട്ട് ഈ കേരള ഇവിടെ നിന്ന് വെട്ടിക്കളഞ്ഞു കേട്ടോ. അതുപോലെ തന്നെ ഹേ വെട്ടിക്കളഞ്ഞു. അപ്പം നമുക്ക് എഴുതാം കേരള ഭാരത് കി ജാൻ ഹേ. ഒരു സെൻറ്റൻസ് ആയില്ലേ? ഇനി നമുക്ക് ഇതിൽ ഹേ എവിടെയും ഇല്ല അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എന്തിനെക്കുറിച്ചാണ്? സബ്സേ പ്യാര സബ്സേ നരാല. അപ്പോൾ ഇത് രണ്ടും വേറെ വേറെ വാക്കുകളാണ്, നമുക്ക് അറിയുന്നുണ്ട് അല്ലേ? നമുക്ക് ഇവിടെ ഒരു ഹേ ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു ഹേ ഇട്ട് കൊടുക്കുക. എന്നിട്ടോ കേരള സബ്സേ പ്യാരാ ഹേ. ഇനി അപ്പോൾ അതൊരു സെൻറ്റൻസായി. ഇനി വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വീണ്ടും കേരള ആക്കി കൊടുത്തിട്ട് കേരള സബ്സേ നരാല ഹേ. മനസ്സിലായോ? അപ്പോൾ 3 സെൻറ്റൻസ് ആയില്ലേ? ഉജലി സത്തരി നെഹ്റേ യാങ്കി ചാന്തി ജയ്സ ഉൻകാ പാനി. അപ്പോൾ ഇതിലെന്ത് ചെയ്യാം? ഇതിൽ ഉജലി സത്തരി നെഹ്റേ അല്ലേ? എന്നുവെച്ചാൽ വൃത്തിയും വെടുപ്പൊക്കെ ഉള്ള മിന്നിത്തിളങ്ങുന്ന പുഴകൾ. അപ്പോൾ നമുക്ക് എഴുതാം അല്ലേ? കേരളാമേ. ഇതൊക്കെ നമ്മൾ വളരെ സിമ്പിളായിട്ട് പഠിക്കുന്നതാണ്. കേരളാമേ ഉജലി സത്തരി നെഹ്റേ ഹേ. മനസ്സിലായോ? പിന്നെയോ ഉൻകാ പാനി അല്ലേ? ഉൻകാ പാനി ചാന്തി ജയ്സാ ഹേ. ഉൻകാ പാനി ചാന്തി ജയ്സാ ഹേ. ഇത്രയും ഇതിൽ നിന്ന് തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തിയാൽ തന്നെ എഴുതാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ, കിട്ടുന്നവർ നല്ല വൃത്തിയായിട്ട് മനോഹരമായിട്ട് കേരളത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതുക. അതല്ലാത്തവർ ഇങ്ങനെ ഒന്ന് നോക്കുക. ഓക്കെ, ഇനി സർഗർമി 2 ആണ് രണ്ടാമത്തെ സർഗർമി. നോക്കൂ, അപ്പം നമ്മുടെ രാജു ഉറുദു പാഠപുസ്തകത്തിലെ കവിതയൊക്കെ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ആ സമയത്ത് ഉസ് വക്ത് ടീച്ചർ ക്ലാസ് മേ ആയി ഓർ കേരള കെ പൈദാവറോं के बारे में कहने लगी. ആ സമയത്ത് നമ്മുടെ ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നു. എന്നിട്ടോ കേരളത്തിലെ കാർഷികാദായങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങി. ബച്ചോ കേരള മേ തരാ തരാ കെ പൈദാവറോं ഹേ നാരിയൽ സുപ്പാരി പറഞ്ഞിട്ട് ഇങ്ങനെ അല്ലേ? അഥവാ ഇനി ക്ലാസ് എടുത്ത് പോവുകയാണെന്ന് അർത്ഥമാണ് കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞത്? ബച്ചോ കുട്ടികളെ, കേരളത്തിൽ പലതരത്തിലുള്ള പൈതാവറുകളുണ്ട്, നാരിയൽ സുപ്പാരി അല്ലേ? ഇനി നിങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട സവാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, എന്താണ്? കിസി 4 പൈതാവറോं के नाम लिखी. ഏതെങ്കിലും 4 പൈതാവറുകളുടെ പേരെഴുതുക. ഇതിൽ 2 ഇവിടെ തന്നെ ഉണ്ട് അല്ലേ? നാരിയലും സുപ്പാരിയും ഉണ്ട് ഇല്ലേ? ഉണ്ട്. നാരിയൽ ഉണ്ട്, സുപ്പാരി ഉണ്ട്. ഇനി 2 നമുക്ക് എഴുതിയാൽ മതി. കാജു എഴുതാം, അത് വളരെ സിമ്പിളല്ലേ? അതുപോലെ തന്നെ ഹൽദി എഴുതാം, അല്ലെങ്കിൽ അദറക്ക് എഴുതാം, ഇഞ്ചി എഴുതാം അല്ലേ? അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏലാച്ചി എഴുതാം, അഥവാ ഏലക്കായ. അപ്പോൾ ഒരു 2 കുറച്ചെണ്ണം നിങ്ങൾ പഠിച്ചു വയ്ക്കുക പൈതാവറുകളുടെ പേരും. ഇനി അടുത്ത സവാൽ നോക്കൂ. അടുത്ത സവാൽ അപ്പിനെ പസന്ദീദ പൈതാവർ കെ ബാരെ മേ ലിഖിയേ. നിങ്ങൾക്കിഷ്ടപ്പെട്ട പൈതാവറിനെ കുറിച്ച് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡാഷ് ഹേ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തരണം എന്നില്ല, ഞാൻ കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം എന്തിനെക്കുറിച്ചാണ് എഴുതേണ്ടതെന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടി കൊടുത്താണ്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ നാരിയലിനെ കുറിച്ചാണ് എഴുതേണ്ടത് വിചാരിക്കൂ. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? നാരിയൽ ഹേ. പിന്നെ ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റും. നോക്കൂ, പൈതാവറാണ് അല്ലേ? നാരിയൽ ഒരു പൈതാവറാണല്ലോ. അപ്പോൾ നമുക്ക് എഴുതാം നാരിയൽ കേരള കെ പൈതാവർ ഹേ അല്ലേ? പിന്നെ എന്താ എഴുതാം? ഇനി നാരിയലിനെ കുറിച്ച് എഴുതാം. നാരിയൽ ബഹുത്ത് മീട്ട ഹേ. നാരിയൽ മധുരമൊക്കെ ഉണ്ടല്ലോ അല്ലേ? നാരിയൽ ബഹുത്ത് മീട്ട, ഒരുപാട് മധുരമൊന്നുമില്ല. അപ്പോൾ നാരിയൽ മീട്ട ഹേ അല്ലേ? നാരിയൽ മീട്ട ഹേ. അതുപോലെ തന്നെ
നാരിയൽ സേ എന്തുണ്ടാക്കാറുണ്ട് നമ്മൾ? തേൽ ബൻതാ ഹേ, എണ്ണ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊക്കെ എന്താ വില അല്ലേ നാരിയലിൻ്റെ എണ്ണയ്ക്ക്. അതുപോലെ തന്നെ നാരിയൽ സേ സാലൻ ബൻതാ ഹേ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനിയിപ്പോൾ ഞാൻ ഏലാച്ചിനെ കുറിച്ചാണ് എഴുതണമെന്നുണ്ടെങ്കിലും ഇതിൽ നിന്ന് തന്നെ നമുക്ക് 2 സെൻറ്റൻസ് കിട്ടും. ഈ ഏലാച്ചി ഹേ, ഏലാച്ചി കേരള കെ പൈതാവർ ഹേ, അല്ലേ? ഏലാച്ചി ഭയങ്കര മണമുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ എഴുതുക? ഖുഷ്ബൂദാറാണ്, അല്ലേ? ഇനിയിപ്പോൾ ഏലാച്ചീനെ വെച്ച് നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കാറുണ്ട്, അല്ലേ? പായസത്തിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. പായസം എന്നൊക്കെ ഉള്ളതിനർത്ഥം കീർ, പാൽപ്പായസം എന്നൊക്കെയാണ്. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മസാലകളിലൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഏലാച്ചി, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? ഏലാച്ചീസേ മസാല ബൻതാ ഹേ എന്ന് എഴുതാം. മസാലയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അല്ലേ? അല്ലെങ്കിൽ അതൊരു സ്പൈസാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ പ്രത്യേകതകളും കൂടി ഉൾപ്പെടുത്തിയിട്ട് നോട്ട് തയ്യാറാക്കുക. ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമത്തെ സർഗർമി. इतने में गंडी बची, बच्चों खेलने के लिए मैदान गए. उस वक्त രാജു की സഹേലി റാണി ബച്ചോं को सोन पपड़ी दिए. എന്താ പറഞ്ഞത്? അപ്പോഴേക്കും ബെല്ലടിച്ചു, കുട്ടികളൊക്കെ മൈതാനത്തിലേക്ക് കളിക്കാൻ പോയി. ആ സമയത്ത് രാജുവിൻ്റെ സഹേലി, കൂട്ടുകാരിയായിട്ടുള്ള റാണി എന്ത് ചെയ്തു? സോൻ പപ്പടി എല്ലാ കുട്ടികൾക്കും കൊടുത്തു. രാജുവിനെ പൂച്ച ക്യാ ബാത്ത് ഹേ റാണി, അല്ലേ? അപ്പോൾ രാജു അത് വാങ്ങിയിട്ട് ചോദിക്കുകയാണ്. രാജു ചോദിച്ചു, എന്താ കാര്യം, അല്ലേ? എന്താ റാണി കാര്യം? അപ്പോൾ റാണീനെ കഹാ പിछले दिन ദീപാവലി ഹേണ, അല്ലേ? കഴിഞ്ഞ ദിവസം ദീപാവലി ആയിരുന്നില്ലേ? ഇസ് ദിൻ അമ്മി ഗർമേ യെ ബനായ ഹേ, ആ ദിവസം അമ്മ ഇത് വീട്ടിലുണ്ടാക്കിയതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് കേട്ടോ. നോക്കൂ എന്താ ചോദ്യം? ചന്ദ് പക്വാനോ കെ നാം ലിഖിയേ. ചന്ദ് പക്വാനോ കെ നാം ലിഖിയേ. അപ്പം ഇതിൽ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ, സോൻ പപ്പടി, ഇല്ലേ? സോൻ പപ്പടി അങ്ങനെ തന്നെയാണല്ലോ. ഇനി നമുക്ക് സിമ്പിളായിട്ടുള്ളതാണ്. ഹൽവ ഉണ്ട്, ജിലേബി ഉണ്ട്, അല്ലേ? ഇതൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ ലഡു ഉണ്ട്, അല്ലേ? അപ്പം അങ്ങനെയുള്ള കുറച്ച് പക്വാനുകളുടെ പേരെഴുതുക. അതൊക്കെ സിമ്പിളാണ്. ഹൽവ, ജിലേബി, ലഡു, സോൻ പപ്പടിയൊക്കെ അത് അങ്ങനെ തന്നെയാണ്, അല്ലേ? ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷീർ ഹുർമ എഴുതാം, അല്ലേ? ബേസൻ കെ ലഡു എഴുതാം, എന്ത് വേണമെങ്കിലും എഴുതാം. ഇനി അടുത്ത സവാൽ നോക്കൂ. ഇതിലെ ബി ചോദ്യം. ബി എന്താ? ദീപാവലി ജയ്സെ കിസി ഏക്ക് തഹ്വാർ കെ ബാരെ മേ നോട്ട് ലിഖിയെ. ദീപാവലി പോലെ വേറെ ഏതെങ്കിലും ഒരു തഹ്വാറിനെ കുറിച്ച് എന്ത് ചെയ്യുക? നോട്ട് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞത്. ഇപ്പം നമുക്ക് ദീപാവലിയെക്കുറിച്ച് തന്നെ വേണമെങ്കിൽ തയ്യാറാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഓണത്തിനെക്കുറിച്ച് തയ്യാറാക്കാം, ഈദിനെക്കുറിച്ച് തയ്യാറാക്കാം. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ഇനിയിപ്പോൾ ദീപാവലിനെ കുറിച്ച് തന്നെയാണ് നിങ്ങൾ തയ്യാറാക്കുന്നെങ്കിൽ എന്തെഴുതാം? ദീപാവലി ഇക്ക്, അല്ലേ? ദീപാവലി അല്ലെങ്കിൽ നമുക്ക് ഓണത്തിനെ കുറിച്ച് തയ്യാറാക്കാൻ തോന്നുന്നു, അല്ലേ? ഓണം നോക്കാം. ഓണം ആണെങ്കിൽ ഓണം നമുക്കറിയാം, ഹമാര കൗമി തഹ്വാർ ഹേ. ഇത് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഓണം ഹമാര കൗമി തഹ്വാർ ഹേ, അല്ലെങ്കിൽ ഹമാര അല്ല കേരള കെ, അല്ലേ? ഓണം കേരള കെ കൗമി തഹ്വാർ ഹേ. ഓണം കേരള കെ കൗമി തഹ്വാർ ഹേ. പിന്നെ ഇസ് ദിൻ ഹം നയേ നയേ കപ്പടേ പഹൻതേ ഹേ. ഇത് നമ്മുടെ ചോദ്യത്തിലുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. പഹൻതേ ഹേ. പിന്നെ ഓണസദ്യ ബൻതേ ഹേ. ഓണസദ്യ ബൻതേ ഹേ, അല്ലേ? ഓണസദ്യ ഉണ്ടാക്കുന്നില്ലേ? ഉണ്ട്. പിന്നെന്തുണ്ട്? കുറേ കളികളൊക്കെ കളിക്കാറുണ്ട്, അല്ലേ? പിന്നെ ബച്ചേ ബുഡേ, അല്ലേ? വയസ്സായവരും മുതിർന്നവരുമൊക്കെ, അല്ലെ? മുതിർന്നവരും കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ബച്ചേ ബുഡേ. അല്ല, ഓണത്തിന് പൂക്കളം വേണം, അല്ലേ? പൂക്കളം വേണമല്ലോ. ഓണപ്പൂക്കളം അത് വേണം, അത് മെയിൻ അല്ലേ? നമുക്കത് എഴുതാം, അല്ലേ? ഘർ ആംഗൺ മേ അല്ലെങ്കിൽ ഘർ കെ ആംഗൺ മേ പൂക്കളം ബൻതേ ഹേ. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു
ആഘോഷത്തിനെക്കുറിച്ച് എഴുതാം. ഇനിയിപ്പോൾ ദീപാവലി ആണെങ്കിലോ ദീപാവലിയെക്കുറിച്ചും എഴുതാം. ദീപാവലിയേക്ക് അഹം തഹ്വാർ ഹെ, പ്രധാനപ്പെട്ട ആഘോഷമാണ്. ഇസ് ദിൻ ഹം പക്വാൻ ബൻതേ ഹെ, അല്ലേ? സോൻപപ്പടി ലഡ്ഡു ജൈസേ പക്വാൻ ബൻതേ ഹെ. പിന്നെ ദിയേ ജൽത്തേ ഹെ, ഗർമേ ദിയേ ജൽത്തേ ഹെ, അങ്ങനെ എഴുതാം. ഇനിയിപ്പോൾ ഈദിനെ കുറിച്ചാണെങ്കിലോ ഈദും ഒരു പ്രധാനപ്പെട്ട ആഘോഷമാണ്, അല്ലേ? ഇസ് ദിൻ പുതിയ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു. അതുപോലെ തന്നെ മസ്ജിദ് ജാത്തേഹേം, പള്ളിയിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ റിഷ്തദാറുകളുടെ വീട്ടിലേക്ക് പോകാറുണ്ട്. ഏത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റുന്ന, ഏത് ആഘോഷത്തിനെക്കുറിച്ചും എഴുതാൻ പറ്റുന്ന ഒന്നാണ് ഈ നയേ നയേ കപ്പടെ പഹൻതേഹെ, അതൊന്ന് എഴുതാം. അതേപോലെ തന്നെ അടുത്തത് എന്തെഴുതാം? മസേദാർ ഖാന, രുചികരമായ ഭക്ഷണം. മസേദാർ ഖാന ബൻതേഹെ, ഇത് എല്ലാ ആഘോഷങ്ങൾക്കും ഉണ്ട്, അല്ലേ? എല്ലാ ആഘോഷങ്ങൾക്കും ഉണ്ടാവുമല്ലോ. മസേദാർ ഖാന ബൻതേഹെ അതൊരെണ്ണമാണ്. അതുപോലെ തന്നെ ഇതൊരെണ്ണമാണ്. ഇനി അതേപോലെ തന്നെ റിഷ്തദാർ, ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോകുന്നത്. റിഷ്തദാറും കെ ഗർ ജാത്തേഹെ, ഇതും എല്ലാത്തിലും എഴുതാൻ പറ്റുന്ന ഒന്നാണ്. അതേപോലെ തന്നെ പിന്നെ സബ് ഖുഷി മനാത്തേഹെ, എല്ലാവരും സന്തോഷിക്കുന്നുണ്ട്, അത് എഴുതാം. അപ്പോൾ ഈ ഒരു കുറച്ച് സെൻറ്റൻസുകളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ വൃത്തിയായിട്ട് നമുക്ക് ഏതിനെക്കുറിച്ചും എഴുതാം. നോക്കൂ, അടുത്ത സവാൽ. സർഗർമി 4 ഖേൽ കെ ബാദ് ബച്ചോ ക്ലാസ് വാപ്പസ് ആയ, കളിക്ക് ശേഷം നമ്മുടെ കുട്ടികൾ ക്ലാസ്സിലേക്ക് വന്നു. ഉസ് വക്ത് ക്ലാസ് ടീച്ചർ ക്ലാസ് ടീച്ചർ അല്ല, ക്ലാസ് ലീഡറാണ് കേട്ടോ, ക്ലാസ് ലീഡർ अमल बच्चों से कहा, दोस्तों आज़ादी दिन ആൽബം തയ്യാർ करने की ആഖിരി താരീഖ് കൽ ഹൈ. എന്താ പറഞ്ഞത്? കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ കളി കഴിഞ്ഞ് വന്ന കുട്ടികളോട് ക്ലാസ് ലീഡർ പറയാണ്, സ്വാതന്ത്ര്യദിന ആൽബം തയ്യാറാക്കാനുള്ള അവസാന തീയതി നാളെയാണ്. ഇസ്മേ ഗാന്ധിജി നേതാജി ജയ്സെ ചന്ദ് മുഹാജിദീനെ ആസാദി ക തസ്വീർ ബി ജോഡ്ന ഹെ. അതിൽ ഗാന്ധിജി, നേതാജി തുടങ്ങിയ കുറച്ച് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രവും കൂടെ ചേർക്കണം. ഇനി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യം ഇതാണ്, ബച്ചോ ദോ മുജാഹിദീനെ ആസാദിക്ക് നാം ലിഖിയെ. 2 മുജാഹിദീനെ ആസാദികളുടെ പേരെഴുതുക. അപ്പോൾ ഇതിൽ തന്നെ ഉണ്ട്, അല്ലേ? അറിയുന്നവർക്ക് വേറെ എഴുതാം, അല്ലാത്തവർക്ക് ഇത് തന്നെ എഴുതിയാൽ മതി. ഗാന്ധിജി, നേതാജി, അല്ലേ? ഗാന്ധിജി ഉണ്ട്, നേതാജി ഉണ്ട്. നമ്മുടെ നരേഷൻ പാർട്ട് വൃത്തിയായിട്ട് ശ്രദ്ധിക്കണം. ഗാന്ധിജി ഉണ്ട്, നേതാജി ഉണ്ട്. ഇനി രണ്ടാമത്തെ സവാൽ എന്താണെന്ന് നോക്കാം. ഇതിൽ ബി കൊടുത്തിരിക്കുന്നത് യൗമേ ആസാദി കബ് ഹെ, എപ്പോഴാണ് സ്വാതന്ത്ര്യദിനം? നമുക്കറിയാലോ യൗമേ ആസാദി എപ്പോഴാണ്? അഗസ്റ്റ് 15 ആണ്. അഗസ്റ്റ് 15 നമ്മുടെ സ്വാതന്ത്ര്യദിനം. ഓക്കെ, അപ്പോൾ യൗമേ ആസാദി അഗസ്റ്റ് 15 കോ ഹേ. ഇനി അടുത്ത സവാൽ ഇതാണ്, ഹമാര കൗമി ജണ്ടേ കെ ബാരെ മേ 4 ജുംലെ ലിഖിയെ. നമ്മുടെ കൗമി ജണ്ടയെക്കുറിച്ച് 4 വാചകങ്ങൾ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒരു വാചകം നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? ഹമാര കൗമി ജണ്ട. നമുക്ക് എന്തെഴുതാം? ആദ്യം ഹമാര വത്വൻ കി ഇസ്സത്ത് ഹെ, അല്ലേ? നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ്. ഹമാര വത്വൻ കി ഇസ്സത്ത് ഹെ, നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ് നമ്മുടെ ത്രിവർണ പതാക. പിന്നെ ഉസ്ക ഊപ്പർ കാ രംഗ്, അല്ലേ? അതിൻ്റെ മുകളിലത്തെ നിറം ഏതാണ്? നമുക്കറിയാം, സഅഫറാനി ഹേ. പിന്നെ ബീച്ച് മേ, സെൻറ്ററിൽ ഏതാ നിറം? ബീച്ച് മേ സഫേദ് ഓർ നീച്ചെ ഹരാ ഹേ. പിന്നെയോ ഹമാര ജണ്ടേ കോ, നമ്മളതിനെ നമ്മൾ നമ്മുടെ ജണ്ടയെ ആദരിക്കുന്നുണ്ട്, അല്ലേ? ഹമാരെ ജണ്ടേക്കോ ഇസ്സത്ത് കർത്തേ ഹെ. ओके, അടുത്ത സവാൽ. सरगर्मी 5 दोपहर के वक्त बच्चों ने आज़ादी के दिन में कौमी गीत पेश करने के लिए तैयार करते हैं. അപ്പോൾ എന്താ പറയണ? ഉച്ചയ്ക്ക് കുട്ടികൾ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന് ദേശഭക്തി ഗാനമൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലേ? ദേശഭക്തി ഗാനം ആലപിക്കാനുള്ള തയ്യാറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ റിഹേഴ്സൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ പാടുന്ന പാട്ട് ഇതാണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ് കേട്ടോ. നോക്കൂ, യെ ഹിന്ദു സിതാ ഹേ ഹമാരാ വതൻ മുഹബത്ത് കി ആംഖോं का तारा वतन
हमारा वतन दिल से प्यारा वतन പിന്നെ वो उसके दरख्तों की तैयारियाँ वो फल फूल पौधे वो फलवारियाँ हमारा वतन दिल से പ്യാരാ വതൻ നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് നമ്മുടെ പാഠഭാഗത്തിലുള്ളത് തന്നെയാണ്. ഇനി എന്താ ചെയ്തിരിക്കണമെന്നറിയോ? ബച്ചോ യേ നസം കിസ്നെ ലിഖാ ഹേ. ഈ പദ്യം ആരാണ് എഴുതിയത്? ടെക്സ്റ്റ് ബുക്ക് വായിച്ചവർക്ക് തീർച്ചയായും കിട്ടും. ആരാ എഴുതിയത്? പണ്ഡിറ്റ് ബ്രിജ് നാരായൺ ചക്പസത്താണ് അല്ലേ? പണ്ഡിറ്റ് ബ്രിജ് നാരായൺ ചക്പസത്താണ് നമ്മുടെ ഈ നസ്മ എഴുതിയത്, അല്ലെങ്കിൽ ഈ കൗമി ഗീത് എഴുതിയത് അല്ലേ? നമ്മുടെ ദേശഭക്തി ഗാനം എഴുതിയത് പണ്ഡിറ്റ് ബ്രിജ് നാരായൺ ചക്പസത്ത്. അപ്പോൾ നമ്മൾ നമ്മുടെ പാഠത്തിലെ ഷാഇറിനെ കൂടി പഠിച്ചു വെക്കുക കേട്ടോ. പണ്ഡിറ്റ് ബ്രിജ് നാരായൺ ചക്പസത്ത്. അപ്പോൾ നമുക്ക് എഴുതാം ये नज़म പണ്ഡിറ്റ് ബ്രിജ് നാരായൺ ചക്പസത്ത് ने लिखा है. ഇനി അടുത്തത് इससे चंद हमावाज अल्फाज आए हैं അല്ലേ? इससे चंद हमावाज अल्फाज चुनकर लिखिए. ഇതിൽ നിന്നുള്ള കുറച്ച് ഹമാവാസ് അൽഫാസുകൾ തിരഞ്ഞെടുത്ത് എഴുതുക. ഏതൊക്കെ എഴുതാം? പൽവാരിയാം ഉണ്ട്, തയ്യാരിയ ഉണ്ട്, പിന്നെ ഏതാണ്? പിന്നെ നമുക്ക് നോക്കാം അല്ലേ. ചന്ത് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉള്ളത് നോക്കുക കേട്ടോ. 1-2 ഒക്കെ എഴുതാം. നോക്കൂ, ഹമാര ഉണ്ട്, അതേപോലെ തന്നെ പ്യാര ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഹമാവാസ് അൽഫാസുകളാണ്. ഇനി അടുത്ത സവാൽ നോക്കാം. അപ്പോൾ നമ്മുടെ ഇതിൽ നിന്ന് തന്നെ മാർക്ക് വാങ്ങാനുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ, ഹമാവാസ് അൽഫാസ്. ഇനി അടുത്തത് എന്താ? ഇസ് നസ്മ കിസ്കെ ബാരെ മേഹെ. ഈ പദ്യം എന്തിനെക്കുറിച്ചുള്ളതാണ് എന്നാണ് ചോദ്യം. നമുക്കറിയാം എന്തിനെക്കുറിച്ചാണ്? നമ്മുടെ ഇന്ത്യയെക്കുറിച്ചുള്ളതാണ് അല്ലേ? നമ്മുടെ വത്വനെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ നമുക്ക് എഴുതാം ഇസ് നസ്മ ഹിന്ദുസ്ഥാൻ കെ ബാരെ മേഹെ. ഹിന്ദുസ്ഥാൻ കെ ബാരെ മേഹെ അല്ലേ? ഇനി ഹിന്ദുസ്ഥാൻ കൈസാ ഹേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യ എങ്ങനെയുള്ളതാണ്? അപ്പോൾ നമുക്ക് ഇതിൽ ഉത്തരം എഴുതുന്ന സമയത്ത് നമ്മുടെ വരികളിലേക്ക് പോകാം അല്ലേ? നമുക്കറിയാം ഹമാരാ വത്തൻ, പ്യാരാ വത്തൻ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം ഹിന്ദുസ്ഥാൻ. നോക്കൂ, ഈ വരികൾ നോക്കൂ. ഈ ഹിന്ദുസ്ഥാൻ ഹേ ഹമാരാ വത്തൻ, മുഹബത്ത് കി ആँखों का താരാ വത്തൻ, ഹമാരാ വത്തൻ ദിൽ സെ പ്യാരാ വത്തൻ അല്ലേ? നമ്മുടെ വത്തൻ എങ്ങനെയാണ്? വളരെ പ്രിയപ്പെട്ടതാണ് അല്ലേ? നമ്മുടെ കണ്ണിലെ താരകം പോലെയാണ്. നമുക്ക് അതിനെക്കുറിച്ച് 2 വരി ഇതിൽ എഴുതാൻ പറ്റില്ലേ? ഹമാരാ വത്തൻ നമ്മുടെ വരികളിൽ നിന്ന് തന്നെ എഴുതാൻ പറ്റൂല്ലേ? ഹമാരാ വത്തൻ ബഹുത് പ്യാരാ ഹേ. പിന്നെയോ ഹമാരാ ആँखों का താരാ ഹേ അല്ലേ? ആँखों का താരാ ഹേ ഹമാരാ വത്തൻ അല്ലേ? ഹമാരാ ആँखों का താരാ ഹേ ഹമാരാ ഹിന്ദുസ്ഥാൻ. അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ, സോറി, ഇതിൻ്റെ ഉത്തരം ഇതായിരുന്നു അല്ലേ? ഡിയുടെ ആയിരുന്നു അല്ലേ? അപ്പോൾ അത് നിങ്ങളൊന്ന് മാറ്റി പഠിക്കുക കേട്ടോ. ഹിന്ദുസ്ഥാൻ കൈസാഹേൻ്റെ ആണ് ഇപ്പോൾ എഴുതിയ ഉത്തരം. ഞാനിവിടെ മാറി എഴുതിപ്പോയതാണ്. ഓക്കെ, ഒരു എന്താ പറയുക, ഒരു ചോദ്യം കൂടി ഉണ്ട്. ഈ ചോദ്യം കൂടി ഉണ്ട്. ഹിന്ദുസ്ഥാൻ കി കിസി ഏക്ക് കൗമി അലാമത്തെ ലിഖിയെ. ഏതെങ്കിലും ഒരു ദേശീയ സിമ്പിൾ എഴുതാൻ. ഏതാണ്? നമുക്കൊന്ന് എഴുതാലോ. കൗമി പരിന്ത എഴുതാം അല്ലേ? വേണമെന്നുണ്ടെങ്കിൽ കൗമി പരിന്ത എഴുതാം. കൗമി പരിന്ത ഏതാ? മോറാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ അറിയുന്നത് അത് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അടുത്ത സർഗർമി അവസാനത്തെയാണ് കേട്ടോ, നമ്മുടെ 6-മത്തെയാണ്. ഷാം കോ രാജു ഘർ വാപ്പസ് ജാത്തേ തേ. വൈകുന്നേരം രാജു വീട്ടിലേക്ക് മടങ്ങി പോവുകയായിരുന്നു. ഉസ് വക്ത് വോ ഖേത് മേ ഉസ്കി ഗാവോं के किसान ജോസഫ് കോ ദേഖ. ആ സമയത്ത് അവൻ ആരെയാണ് കാണുന്നത്? വയലിൽ തൻ്റെ ഗ്രാമത്തിലെ കർഷകനായ ജോസഫിനെ കണ്ടു. ഇനി നിങ്ങളോടുള്ള ചോദ്യമാണ്, കേത്ത് മേ കോൻ കാം കർത്തേ ഹേ. ആരാ ജോലി ചെയ്യുന്നത് കേത്തിൽ? നമുക്കറിയാം അല്ലേ, കിസാനാണ്. ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം കേത്ത് മേ കിസാൻ കാം കർത്തേ ഹേ. എഴുതാൻ പറ്റുമല്ലോ, കേത്ത് മേ കിസാൻ കാം കർത്തേ ഹേ. ഇനി ഇതിൻ്റെ അടുത്ത സവാൽ എന്താണ്? അടുത്ത സവാൽ നോക്കൂ. രാജു ജോസഫ് സെ പൂച്ച അല്ലേ? രാജു ജോസഫിനോട് ചോദിക്കുകയാണ്. രാജു എന്താ ചോദിക്കണേ? ചച്ച യഹാ ക്യാ ക്യാ തർക്കാരിയാം ഉഗാത്തേ ഹേ. ഇവിടെ എന്തൊക്കെ പച്ചക്കറികളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ഇതിൽ ചെയ്യേണ്ടത്? രാജുവും ജോസഫും തമ്മിലുള്ള സംഭാഷണമാണ് പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ അത് തയ്യാറാക്കാമല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ രാജു ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഇതിങ്ങനെ തന്നെ എഴുതാം അല്ലേ?
കൂടുതലായിട്ട് മാറ്റേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഈ വരിയിൽ. ഈ ചച്ച ഒഴിവാക്കുന്നു, എന്നിട്ട് എഴുതാം. നമുക്ക് എന്തെഴുതാം അതിന് പകരമായിട്ട് ബേട്ട എന്ന് എഴുതാം അല്ലേ. ബേട്ട യഹാ ക്യാ ക്യാനെ മാറ്റിയിട്ട് എഴുതാം. മിർച്ച്, പിന്നെന്താ ബണ്ടി, ജയ്സി തർക്കാരിയാം ഉഗാത്തെ ഹേ എന്ന് എഴുതാം. അല്ലെങ്കിൽ മിർച്ച് ബണ്ടി ജയ്സെ തർക്കാരിയാ ഉഗാത്തെ ഹേ. ഇനി അടുത്ത വരിയായിട്ട് എന്തെഴുതാം? ഇനി അടുത്ത വരിയായിട്ട് നമുക്ക് വീണ്ടും ചോദിക്കാം അല്ലേ. നമ്മുടെ ആദ്യത്തെ വരിയിൽ നിന്ന് തന്നെ നമുക്ക് വീണ്ടും ചോദിക്കാം. ആദ്യം പച്ചക്കറികളെ കുറിച്ചാണല്ലോ ചോദിച്ചത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് ചോദിക്കാം അല്ലേ. അപ്പോൾ ടീക്ക് ഹേ ചച്ച. അപ്പോൾ നമ്മുടെ ജോസഫ് മറുപടി പറഞ്ഞല്ലോ. അപ്പോൾ ടീക്ക് ഹേ ചച്ച അല്ലേ. ശരി ചച്ച. യഹാ ക്യാ ക്യാ ഇനാജ് അല്ലേ. ക്യാ ക്യാ ഇനാജ് ഉഗാത്തെ ഹേ എന്ന് ചോദിക്കാം ഇനി അടുത്തതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ. അപ്പം എന്തെഴുതാം? ബേട്ട വേണമെന്നുണ്ടെങ്കിൽ പറയാം, അതല്ല എന്നുണ്ടെങ്കിൽ യഹാ ചാവൽ ഓർ റാഗി ഉഗാത്തെ ഹേ എന്ന് എഴുതാം കേട്ടോ. പിന്നെയോ പിന്നെന്തെഴുതാം? വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം എന്താണ് നിങ്ങൾ ഒറ്റയ്ക്കാണോ ഇവിടെ ഉള്ളതെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഒറ്റയ്ക്കാണോ കൃഷി ചെയ്യുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഭൂമിയിലാണ് നിങ്ങൾ കൃഷി ചെയ്യുന്നതെന്ന് ചോദിക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ പാഠഭാഗം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം കൂടി ചോദിക്കാം അല്ലേ. ക്യാ തും അല്ലെങ്കിൽ ക്യാ ആപ്പ് അകേലാ ഹി കേത്തി കർത്തേ ഹേ അല്ലേ. ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്? അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ജോസഫിന് പറയാം അല്ലേ. ജോസഫ് പറയാ നിഹി മേരെ ഗർവാലോം ബി ഹേ അല്ലേ. മേരെ ഗർവാലോം ബി മേരി മദത് കർത്തേ ഹേ അല്ലെങ്കിൽ മേരെ മദത് കർത്തേ ഹേ അല്ലേ. മദത് കർത്തേ ഹേ. പിന്നെയോ പിന്നെന്താ എഴുതാം? അപ്പോൾ രാജുവിന് ടീക്ക് ഹേ അല്ലേ. ടീക്ക് ഹേ ചച്ച എന്ന് പറഞ്ഞിട്ട് പോകാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആശയത്തിനനുസരിച്ചിട്ട് വേറെ ചേർക്കാം. അപ്പോൾ നമ്മൾ ഒരു ചോദ്യം തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ചോദ്യം വെച്ച് തന്നെ അടുത്തത് എങ്ങനെ ചോദിക്കാം എന്നാണ് പറഞ്ഞത്. കണ്ടില്ലേ, ആദ്യം തർക്കാരി പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ഇനാജ് ചോദിച്ചു. അപ്പോൾ തന്നെ നമുക്ക് 2 വരിയായില്ലേ. അപ്പോൾ കുറച്ച് പച്ചക്കറികളുടെ പേരും കുറച്ച് ധാന്യങ്ങളുടെ പേരും പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യമായി അല്ലേ. അവസാനം എന്ത് ചെയ്യുന്നു? ടീക്ക് ഹേ ചച്ച. എപ്പോഴും നമ്മൾ പറയണം അല്ലേ. ആദ്യം ടീക്ക് ഹേ പറയണം. അവസാനം ടീക്ക് ഹേ പറയണം. തുടക്കത്തിൽ ആദാബ് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ആദാബ് തിരിച്ചു പറയണം. ഓക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഒന്നും തന്നിട്ടില്ല, ഒരു വരിയും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അവിടെ ആദാബ് പറഞ്ഞ് തുടങ്ങുക. മനസ്സിലായോ? ആരോടാണോ സംസാരിക്കുന്നത്? ഇപ്പോൾ രാജു ജോസഫിനോടാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആദാബ് ജോസഫ് ചച്ച അങ്ങനെ തുടങ്ങാം. അപ്പോൾ തിരിച്ച് ജോസഫ് പറയാനല്ലേ. അതുപോലെ തന്നെ ആദാബ് രാജു ബേട്ട അല്ലേ. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കാം. ഓക്കെ. എന്തൊക്കെ തർക്കാരിയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്? അപ്പോൾ ജോസഫിന് മറുപടി പറയാം. ഇനി നിങ്ങൾക്ക് വേറെ ഒന്നും എഴുതാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവസാനം എന്തെഴുതാം? ടീക്ക് ഹേ ചച്ച അല്ലേ. അതുപോലെ തന്നെ ടീക്ക് ഹേ രാജു എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സംഭാഷണം കൂടി തയ്യാറാക്കി നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ആ ഒരു മോഡലിലുള്ളൊരു സംഭാഷണം എഴുതിയിരിക്കുകയാണ്. നോക്കൂ, രാജു പറയുന്നു ആദാബ് ചച്ച. അപ്പോൾ ജോസഫ് ആദാബ് രാജു ബേട്ട. പിന്നെ ചോദിക്കുന്നു യഹാം ക്യാ ക്യാ തർക്കാരിയ ഉഗാത്തെ ഹേ. എന്തൊക്കെ പച്ചക്കറികളാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്? യഹാം മിർച്ച് കരേല ബണ്ടി ജയ്സെ തർക്കാരിയ ഉഗാത്തെ ഹേ അല്ലേ. മിർച്ചും കൈപ്പയ്ക്കയും വെണ്ടയ്ക്കയും പോലെയുള്ള പച്ചക്കറികളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നു. ടീക്ക് ഹേ ചച്ച ഹുദാ ഹാഫിസ് ടീക്ക് ഹേ രാജു. അപ്പോൾ നോക്കൂ, നമുക്ക് 4 വരി കറക്റ്റായി എഴുതാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ എപ്പോഴും സംഭാഷണത്തിൽ ആദാബും അതുപോലെ തന്നെ ടീക്ക് ഹേയും എഴുതാൻ മറക്കരുത്. ഇതിന് ഇടയിൽ നമ്മൾ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും
ഒരു ചോദ്യം ചോദിക്കുക, അതിനുള്ള ഒരു ഉത്തരവും കൂടി എഴുതുക. അപ്പോൾ അങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു ഫോർമാറ്റിലുള്ള നല്ലൊരു സംഭാഷണം ആവും. അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾ മറക്കരുത്. ആദാബും ടീക്ക് ഹേയും ഒരിക്കലും മറക്കരുത്. അതിൽ നിന്ന് തന്നെ നമുക്ക് 1-2 വരികൾ എഴുതാൻ പറ്റും. പിന്നെ നമ്മൾ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമോ 2 ചോദ്യമോ പറ്റുമെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? സംഭാഷണം എഴുതുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ നോട്ട് തയ്യാറാക്കുമ്പോൾ കവിത എങ്ങനെ ഉപയോഗിച്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഹുദാ ഹാഫിസ്.